സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് ഇന്നും 40 ഡിഗ്രി കടന്നേക്കും. പലയിടത്തും കുടിവെള്ള പ്രതിസന്ധിയും സൂര്യാതപ അപകടങ്ങളും കൂടുന്നു. ഹീറ്റ് ഇൻഡെക്സ് 45 ഡിഗ്രിക്ക് മുകളിലേക്ക് കുതിക്കുകയാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ മാസം 15-ാം തീയതി വരെ ഉയർന്ന താപനില തുടരാനുള്ള സാധ്യതയുണ്ട്. അന്തരീക്ഷത്തിലെ ഈർപ്പം കാരണം അനുഭവപ്പെടുന്ന ചൂടിന്റെ തീവ്രത അഥവാ ഹീറ്റ് ഇൻഡെക്സ് യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതലായിരിക്കുമെന്നുള്ളതുകൊണ്ട് ജനങ്ങൾ കർശനമായ സുരക്ഷാ മുൻകരുതൽ നടപടികൾ പാലിക്കുക. അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പത്തെ തുടർന്ന് കേരളത്തിലെ പല ജില്ലകളിലും അനുഭവപ്പെടുന്ന ചൂട് 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഒരു പ്രദേശത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് പിന്നിടുകയും സാധാരണയേക്കാൾ 4.5 ഡിഗ്രി വരെ അധിക ചൂട് അനുഭവപ്പെടുകയും ചെയ്താൽ അത് ഉഷ്ണതരംഗമാണ്. പാലക്കാട് നിലവിൽ റെഡ് സോണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2016 എല്ലിനോ പ്രതിഭാസത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രിയാണ് പാലക്കാട്ടെ ഇതുവരെയുള്ള ഉയർന്ന ചൂട്. തീരദേശ ജില്ലകളായിട്ടുള്ള ആലപ്പുഴ, എറണാകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ താപനില 37-39 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. ഈർപ്പമുള്ള ചൂട് അതിശക്തമായി തന്നെ അനുഭവിക്കുന്നു. പത്തനംതിട്ട, കൊല്ലം, തൃശൂർ ജില്ലകൾ ഇനിയുള്ള ദിവസങ്ങളിൽ 40 ഡിഗ്രിയിലേക്ക് കടക്കുമെന്നാണ് സൂചന. കണ്ണൂരിലും കാസർഗോഡും 37 മുതൽ 38 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി തന്നെ വിലയിരുത്തുന്നു. വിവിധ ജില്ലകളിലെ UV ഇൻഡെക്സ് അളവും ആശങ്കാജനകമായി തന്നെ വർദ്ധിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന UV സൂചികയായിട്ടുള്ള 9 രേഖപ്പെടുത്തി. ഇത് അതീവ ജാഗ്രത പുലർത്തേണ്ട ഓറഞ്ച് അലർട്ട് പരിധിയിലൂടെ കടന്നുപോകുന്നു. ഇനി കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും UV ഇൻഡെക്സ് 8-നടുത്താണ് നിൽക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന താപനിലയും കൂടിയ അന്തരീക്ഷ ഈർപ്പം മൂലമുള്ള അത്യുഷ്ണവും ഉഷ്ണതരംഗ സാധ്യതയും നിലനിൽക്കുന്നതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തുകയാണ് ഇനി വേണ്ടത്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. നിർജ്ജലീകരണം തടയാനായി ദാഹമില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കണം. കൂടാതെ ചൂടുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതൊന്നും തന്നെ പൊതുജനങ്ങൾ ദയവായി പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമേ പിന്തുടരാവൂ എന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.